ഹലോ ഫ്രണ്ട്സ്, ഈസി ഹെൽത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പെട്ടെന്നുള്ള മരണത്തിന് കാരണമാകുന്ന രോഗം എന്തെന്ന് ചോദിച്ചാൽ ആരും പറയുന്ന ഉത്തരം ഹാർട്ട് അറ്റാക്ക് എന്നാകും. ഹാർട്ട് അറ്റാക്ക് അഥവാ ഹൃദയാഘാതം കാരണമാകുന്ന മരണങ്ങൾ ചില്ലറയല്ല. പണ്ട് പ്രായമായവരിൽ മാത്രം ഉണ്ടായിരുന്ന ഇത് ഇപ്പോൾ ചെറുപ്പക്കാരിൽ പോലും കണ്ടുവരുന്ന രോഗാവസ്ഥയാണ്. ഹൃദയാഘാതത്തിന് കാരണം ഒന്നേയുള്ളൂ, ഹൃദയത്തിലേക്ക് രക്തം എത്താത്തത്. എന്നാൽ ഹൃദയാഘാതത്തിലേക്ക് നയിക്കുന്ന കാരണങ്ങൾ പലതാണ്. കൊളസ്ട്രോൾ ഇതിൽ പ്രധാന വില്ലനാണ്. ഇത് ധമനികളിൽ തടസ്സമുണ്ടാക്കി ഹൃദയത്തിലേക്കുള്ള രക്തപ്രവാഹം തടസ്സപ്പെടുത്തുന്നതാണ് പ്രധാനപ്പെട്ട കാരണം. കൊളസ്ട്രോളിന് പുറമെ കൂടിയ പ്രമേഹം, പെട്ടെന്നുണ്ടാകുന്ന ആഘാതം, ചില പ്രത്യേക ഡ്രഗ്സ് തുടങ്ങിയവയെല്ലാം ഇതിന് കാരണമാകുന്നുണ്ട്. ഹൃദയാഘാതം തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നതാണ് പലപ്പോഴും രോഗത്തെ ഗുരുതരമാക്കുന്നത്. നെഞ്ചുവേദന ഹൃദയാഘാത ലക്ഷണമാണോ അതോ ആസിഡിറ്റി കാരണമോ എന്നറിയാതെ പലരും ആപത്തിൽ പെടുന്നുണ്ട്. ചിലർക്ക് ചെറിയ ആഘാതം വരുന്നത് തിരിച്ചറിയാൻ ആകുന്നുമില്ല. ഹൃദയാഘാത സാധ്യത തിരിച്ചറിയാൻ കഴിയുന്ന കുറച്ച് പരീക്ഷണങ്ങൾ നമുക്ക് പരിശോധിക്കാം. നല്ല തണുത്ത ഒരു ഗ്ലാസ് വെള്ളം, ഐസ് വെള്ളമാണ് കൂടുതൽ നല്ലത്, ഒരു പാത്രത്തിൽ എടുക്കുക. ഈ വെള്ളത്തിൽ ഏതെങ്കിലും കൈയിന്റെ ഇടം കൈയോ വലം കൈയോ ആകാം. വിരൽ തുമ്പുകൾ മുക്കിപ്പിടിക്കുക. തുമ്പിന്റെ അല്പസ്ഥലം മാത്രം മുക്കിപ്പിടിച്ചാൽ മതി. വിരലുകൾ മുഴുവനായി ഇറക്കി വെക്കേണ്ട ആവശ്യമില്ല. ഏകദേശം 30 സെക്കൻഡ് നേരം ഇത് ഈ വിധം തന്നെ പിടിച്ചിരിക്കണം. അതിനുശേഷം ഇത് പുറത്തെടുക്കാം. തണുത്ത വെള്ളത്തിൽ വിരൽ മുക്കിവെച്ചത് കാരണം ചുളിയുന്നത് സ്വാഭാവികമാണ്. വിരലിന്റെ അറ്റം വെള്ളത്തിൽ മുക്കി അല്പസമയം വെക്കുമ്പോൾ ചുളിയുന്നത് സ്വാഭാവികം. എന്നാൽ നീല നിറമോ വെള്ള നിറമോ ആണെങ്കിൽ ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട് എന്ന് അർത്ഥം. ഇത് ശരീരത്തിലെ രക്തപ്രവാഹത്തിലുള്ള പ്രശ്നങ്ങളെ സൂചിപ്പിക്കുന്ന ഒന്നാണ്. സർക്കുലേഷൻ ശരിയല്ലെന്നതിന്റെ സൂചന. ഇത്തരം പ്രശ്നങ്ങളുണ്ടെങ്കിൽ ചെവി, കൈവിരലുകൾ, മൂക്ക് തുടങ്ങിയ ഭാഗത്തേക്കുള്ള രക്തപ്രവാഹം കുറയും. ഈ ഭാഗത്തേക്ക് രക്തം പ്രവഹിക്കാതാകുമ്പോൾ ഈ ഭാഗം കട്ടിയാകും. രക്തക്കുറവ് കാരണം വെള്ള, നീല നിറത്തിന് കാരണമാവുകയും ചെയ്യും. അതായത് ഹൃദയാഘാത സാധ്യത ഉണ്ടെന്ന് ചുരുക്കം. ഹൃദയത്തിലേക്ക് മാത്രമല്ല മസ്തിഷ്കത്തിലേക്കുള്ള രക്തപ്രവാഹത്തെ ബാധിക്കുന്നത് മസ്തിഷ്കാഘാതത്തിനും വഴിയൊരുക്കും. അടുത്ത മാർഗം എന്തെന്ന് വെച്ചാൽ കാല് നീട്ടി നിലത്തിരിക്കുക. മുന്നിലേക്കാഞ്ഞ് പെരുവിരലിന്റെ അതായത് കാലിന്റെ തള്ളവിരലിന്റെ അറ്റത്ത് സ്പർശിക്കുക. നടു വളയ്ക്കരുത്. നിങ്ങൾക്ക് പെരുവിരലിനറ്റം സ്പർശിക്കാൻ സാധിക്കുന്നുവെങ്കിൽ ഹൃദയത്തിന്റെ ആരോഗ്യം മികച്ചതാണ് എന്ന് അർത്ഥം. ഇത്തരക്കാരിൽ രക്തക്കൊഴലുകൾ ഇലാസ്റ്റിസിറ്റിയുള്ളതും രക്തപ്രവാഹം നല്ലതുപോലെ നടക്കുന്നതാണ് എന്ന് അർത്ഥം. ഹൃദയത്തിലേക്കുള്ള രക്തപ്രവാഹം ആയുസ്സിന് അത്യാവശ്യമാണ്. ഇതേ രീതിയിൽ സ്പർശിക്കാൻ സാധിച്ചില്ലെങ്കിൽ രക്തക്കൊഴലുകൾ ഇലാസ്റ്റിസിറ്റി ഇല്ലാത്തത് എന്ന് അർത്ഥം. ഇത് രക്തപ്രവാഹത്തെയും ഹൃദയത്തിന്റെ ആരോഗ്യത്തെയും ബാധിച്ചേക്കാം. ഇരിക്കുമ്പോൾ കാൽ വിരൽ തൊടാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നത് പുറംഭാഗത്തെയും കാൽ മസിലുകളിലെയും സ്റ്റിഫ്നെസ് കൊണ്ടാണ്. കൊളാജൻ കുറവായതാണ് ഇതിന് കാരണം. ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് കൊളാജൻ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ആരോഗ്യം നല്ല രീതിയിൽ കൊണ്ടുപോകും എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ജീവിതത്തിൽ നല്ല ആരോഗ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത വീഡിയോ കാണാൻ തീർച്ചയായും മറക്കരുത്.